പുതിയൊരു ലെസ് പ്ലസ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഡീപ് സ്ലേറ്റ് കേവിൽ നിന്ന് നമുക്ക് ഫുൾ 7 ഡയമണ്ട് കിട്ടിയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ മൈനിങ് ഏരിയ ബെഡ് റോക്ക് വരെ എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഒറ്റ പ്രാവശ്യം സ്ട്രിപ്പ് മൈൻ ചെയ്തപ്പോൾ തന്നെ 26 ഡയമണ്ട്സ് കിട്ടിയിട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നിന്ന് 26ഉം ഈ 7 ഡയമണ്ടൊക്കെ ഒന്നിച്ച് നമുക്കൊരു ഫുൾ സെറ്റ് ആർമറും ടൂൾസൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് അതിന് പോകാട്ടോ. ഇതാണ് നമ്മുടെ ഡയമണ്ട് 26 ഉണ്ട്. പിന്നെ ഒരു വിച്ചിനെ കൊന്നപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് ഹെൽത്തിൻ്റെ ഒരു പോർഷൻ കിട്ടി. ഇപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം കേട്ടോ. ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇരിക്കട്ടെ. ഇതിൽ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഈ പുല്ലൊക്കെ നമ്മുടെ ബെഡിൻ്റെ അടിയിൽ മുളയ്ക്കുമോ? ഞാൻ ആദ്യമായിട്ട് കണ്ടു പുല്ലൊന്നും ബെഡിൻ്റെ അടിയിൽ മുളയ്ക്കുന്നു കണ്ടിട്ടില്ല. അല്ല, നമ്മൾ വില്ലേജിൽ നിന്ന് മോഷ്ടിച്ച ഹെയർ ബെൽസ് ഒക്കെ കുറച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, നമ്മൾ കുറച്ച് വീറ്റ് ഫാം തുടങ്ങി കേട്ടോ. കുറച്ച് വീറ്റ് ഫാം ചെയ്യാൻ തുടങ്ങി. അല്ല, ക്യാരറ്റ്, ബീട്രൂട്ട്, പൊട്ടാറ്റോ അതൊക്കെ ഫാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ലെഗിൻസ് കൂടി ഉണ്ടാക്കാം. ഓക്കെ, ഫസ്റ്റ് ട്രയൽ തന്നെ പാളിയിട്ടോ. ഓക്കെ, ലെഗിൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു ബൂട്ട് അല്ല ഹെൽമെറ്റ് അത്യാവശ്യമാണ്. നമുക്കൊരു റൂയിൻഡ് പോർട്ടൽ കണ്ടുപിടിച്ചപ്പോൾ നമുക്കൊരു റെസ്പിറേഷൻ 2ൻ്റെ ഒരു ഇത് കിട്ടിയിരുന്നു കേട്ടോ. ഫുൾ ഡയമണ്ട് ആർമർ റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ മറക്കും, അത് ഡയമണ്ട്സ് തിരിഞ്ഞ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മളൊരു പിക്കാക്സ് ഉണ്ടാക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് ഡയമണ്ട് പിക്കാക്സ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫുൾ ഡയമണ്ട് ആർമർ എന്നാണ് ഇന്നത്തെ കണ്ടൻറ്റ്. നമുക്കതൊക്കെ എടുത്തേക്കാം. അതുപോലെ നമ്മുടെ ഈ പരിസരമൊക്കെ ഒന്ന് നമുക്ക് കാണാം. അതുപോലെ സ്പ്രൂസ് ലോഗ് നമുക്ക് കിട്ടുമോ നോക്കണം കേട്ടോ. സ്പ്രൂസ് എൻ്റെ ഫേവറേറ്റ് ലോഗാണ്. അതുപോലെ നമ്മുടെ ഇവിടെയൊക്കെ ഒന്ന് ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ഒരു സ്റ്റെയർവേ പോലെ അങ്ങനെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു സോംബിയെ മരത്തിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുന്നു കേസ്. ഇവെന്താ ഇവിടെ കിടക്കണത്? നമുക്ക് എന്തായാലും ഇവനൊന്ന് അടിച്ചു കൊല്ലാം. എല്ലാം വേണ്ട, നമുക്ക് അവനെ താഴത്തേക്ക് ഇറക്കി കൊല്ലാം. അതാണ് നമ്മുടെ ഡയമണ്ട് ആർമറിൻ്റെ ഒന്ന് ശക്തി നോക്കാം. ഡയമണ്ട് ആർമറിൻ്റെ ശക്തി നോക്കണം. ഓക്കെ, നമ്മളിതൊക്കെ വെട്ടിക്കളയാട്ടോ. അവ എപ്പോൾ വീഴേണ്ട അതവിടെ ഒരു ഇതിട്ട് കേവത വരണു അടിച്ച് കേവൻ വരട്ടെ. സമയം വെള്ളത്തിൽ വെച്ച് തീ കത്തിയോ എന്താ നമ്മളെന്തായാലും ഇവിടെ ഒരു ചെറിയ വീട് പോലെയൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അതിലേക്കുള്ള പാത്ത് കേട്ടോ ഞാൻ അപ്പം നിൽക്കണത്. ഇത് വാട്ടറാണ്. അപ്പോൾ ഇതൊരു ഫിഷർ റോഡായിട്ട് വരുന്നുണ്ട്. ആ ഫിഷർ റോഡ് നമുക്ക് തന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. ഫിഷർ റോഡ് ഇല്ല, അവൻ തന്നില്ല. എൻജോയ് ചെയ്ത ഫിഷർ റോഡായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഭാഗമൊക്കെ നോക്കാം. എന്തായാലും എൻജോയ്മെൻറ്റ് ചെയ്ത ഫിഷർ റോഡായിരുന്നു. നമുക്കത് കിട്ടില്ല കേട്ടോ, കിട്ടിയില്ല. ഇപ്പോൾ നഷ്ടമായിട്ടോ. നമുക്കെന്തായാലും ഈ ഫിഷിനൊന്ന് കില്ല് ചെയ്യാം. നമുക്ക് വില്ലേജിൽ പോകേണ്ട ആവശ്യം വരുമ്പോൾ നമുക്ക് ഈ വില്ലേജിലേക്ക് പോയിട്ട് ഇതൊക്കെ എടുക്കാം. പൂച്ചേനെ ടൈം ചെയ്യാം, ക്യാറ്റിനൊക്കെ ടൈം ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ക്രീപ്പറിൻ്റെ പേടി ഉണ്ടല്ലോ. ഞാൻ ഷെയ്ഡർ പാക്ക് ഓഫ് ആക്കണം എന്നൊക്കെ വിചാരിക്കും, ബട്ട് ഞാനത് മറക്കണ് ഗൈസ്. നിങ്ങളൊരു ദിവസം ഓർമ്മിപ്പിക്കട്ടോ, ഞാൻ മറക്കണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡർ പാക്ക് പറയാം, ഞാനത് പറ്റുകയാണെങ്കിൽ എടുക്കാം. ആ ഷെയ്ഡർ പാക്ക് നമുക്ക് എടുക്കട്ടോ. നിങ്ങൾ പറയാം ഏതാ ഷെയ്ഡർ പാക്ക് വേണ്ടത് എന്നൊക്കെ പറയാം. ഇതാണ് നമ്മുടെ ഫാം. ഒരു വീറ്റ് ഫാം ഉണ്ട്, ഒരുപാട് ഫാം ഉണ്ട്. വീറ്റ്, ക്യാരറ്റ്, പൊട്ടാറ്റോ, ബീട്രൂട്ട് എല്ലാം ഉണ്ട്. ഇതാണ് ബീട്രൂട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈ ഒക്കെ ഉണ്ടാക്കാനാണ്.
ഫുഡ് ആയി കഴിക്കാൻ പറ്റുമ്പോൾ അത്രയ്ക്ക് ഹെൽത്തൊന്നും കൂടില്ല. എന്നാലും നമുക്ക് കാര്യം കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇനി സ്പ്രൂസ് മരം കിട്ടുമെന്ന് നോക്കണം. ഇന്ന് നൈറ്റ് ആവണ പോലെ തോന്നുന്നുണ്ടേ. അപ്പം നമ്മൾ ഇവിടെ ഒക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു കേട്ടോ. എന്താണ് നമ്മുടെ വീട് റൂഫ് നമ്മൾ ഗ്ലാസ്സാണ് കൊടുത്തിരുന്നത്. നമുക്ക് അകത്ത് കയറും. ഓക്കെ, ഇവിടെ ഒരു വാൻഡറിൻ്റെ ശബ്ദം കേൾക്കണ്ടേ. അതാവാൻ നല്ല വല്ലതും ട്രേഡ് ചെയ്യണ്ടോ? വല്ലതും ട്രേഡ് ചെയ്യണ്ടോ? ഓക്കെ, ബക്കറ്റ് കൊടുത്താൽ 2 എമറാൾഡ്. ചെറി ബ്ലോസം ആ ഒരു ഇതൊക്കെ ഇതിനുണ്ട് അല്ലേ. ഓക്കെ, അത് വേണ്ട, എന്തായാലും ഇവനൊക്കില്ല, വേണ്ട നമുക്ക്. ശരി. അതാ അവിടെ ഒരു ഷീപ്പ് ഉണ്ട്. നമുക്ക് അവനെ കില്ല് ചെയ്യാം. അല്ല, ആദ്യം നമുക്ക് കവിനെ കില്ല് ചെയ്യാം, പിന്നെ ഷീപ്പിനെ ഒന്ന് കില്ല് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇവിടെ ഷീപ്പ് ഉണ്ടായിരുന്ന ഷീപ്പ് എവിടെ? ഷീപ്പിനെ കാണാനില്ല കേട്ടോ ഗൈസ്. ഞാൻ അത് വള്ളിയുമൊക്കെ പിടിച്ച് കയറുന്നു. ഷീപ്പിനെ കാണാനില്ല, എൻ്റെ സങ്കടമാണ്. ഓക്കെ, ഇവിടെ ഷീപ്പ് അതാ ഒരു 2 ചിക്കൻ അവർക്കില്ല. നിങ്ങൾക്ക് വല്ല സീരീസും വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ സീരീസ് ചെയ്യാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വല്ല മാപ്പൊക്കെ, ഇപ്പോൾ സ്കൈ ബ്ലോക്ക് അങ്ങനത്തെ ഓരോ മാപ്പുകളൊക്കെ. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് സ്റ്റോൺ എടുക്കാം. ബ്ലോക്കായിട്ട് നമുക്ക് അത്രയ്ക്ക് ഇതൊന്നുമില്ല. ഒരു കുറച്ച് ഡേറ്റേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ബാക്കി എന്തായാലും പിക്കാക്സിന് നല്ല പവറുണ്ട്. നല്ല സ്പീഡിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടെ ഡയമണ്ട് പിക്കാക്സ് നല്ല ശക്തിയുണ്ട്. നമുക്ക് കുറച്ച് ഫുഡ് കഴിയാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്പോണ് മല. അല്ല, ഇത് നമ്മളെ അപ്പുറത്തെ ഐലൻഡാണ്. അപ്പോൾ ഇവനൊന്ന് കില്ല് ചെയ്യണം. വേണ്ട, ആ ഷീപ്പ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമോ ഷീപ്പ്? നമുക്ക് എന്തായാലും അവനെ പിടിക്കണം. നമ്മുടെ അടുത്ത് ഒളിച്ച് കളി കളിക്കാൻ നിൽക്കുകയാണ്. എവിടെ അങ്ങനെ കാണാനില്ല കേട്ടോ. അതാ നോക്കണം. ഇപ്പോൾ എന്താ റോബോട്ടാണോ ഗൈസ്? നോക്ക് ഗൈസ്, ഇവൻ കാലിളക്കണില്ല. തലയാണെങ്കിൽ അടിക്ക് തന്നെ നോക്കിക്കണു. തല ഇളക്കണില്ല, കാലിളക്കണില്ല. പക്ഷെ എന്താണ് ഗൈസ്, അവനൊരു വല്ലാത്ത തന്നെ കേട്ടോ. അടിപൊളി. ഷീപ്പ് ഒരു വല്ലാത്ത ഷീപ്പാണ് കേട്ടോ ഗൈസ്. വിളകണില്ല, നമ്മളെ കണ്ടിട്ട് കണ്ണ് നോക്കാതിരിക്കുകയാണ്. അങ്ങനെ മുതിർന്നവർ വന്നാൽ അവർ കണ്ണിക്കൊക്കെ നോക്കണ്ടേ. എന്താണ് ഇവർ ഇങ്ങനെ നാനില്ലാതെ, നാനൊന്നുമില്ലാതെ. എന്നാലും നമുക്ക് വീട്ടിൽ കയറാം. നമുക്ക് സ്പ്രൂസ് മരമൊക്കെ ഒന്ന് തപ്പണം. സ്പ്രൂസ് മരം തപ്പണം. നമുക്ക് എന്തായാലും അതിന് പോവാം. ഈ ഐലാൻഡും അപ്പുറത്തെ ഐലാൻഡൊക്കെ ഒന്ന് കാണണം. ഇതൊരു സോംബി ഒന്ന് കയറണം. നമുക്ക് ഇവനെ ഒന്ന് കില്ല് ചെയ്യാം. ഇവനെ കില്ല് ചെയ്യണം. അവനെ കില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് സ്പ്രൂസ് മരം തപ്പാൻ പോകട്ടോ. ഇവിടെ നിന്ന് അപ്പുറത്തെ ഐലാൻഡിലേക്ക് പോവാം. നമ്മൾ അപ്പുറത്തെ ഐലാൻഡിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ആ സ്നോ ഏരിയയിൽ തന്നെ കേട്ടോ വന്നത്. ഇവിടെ സ്നോ ഞാൻ പറഞ്ഞല്ലോ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ സ്പ്രൂസ് ഉണ്ട്, ഇതാ ഒരുപാടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വുഡ് കളക്ട് ചെയ്യാനും വരാം, നല്ല സാപ്ലിങ്സൊക്കെ എടുക്കാം. എന്തായാലും ഇവിടെ നമ്മുടെ റിയൽ ലൈഫിൽ ഇവിടെ നല്ല മഴയും കാറ്റും ഇടിയാണ്. നമുക്ക് ശബ്ദം കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ നല്ല ഇടിയും മഴയുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം.
എന്താ ഫാം കാണിക്കണ ഭാഗം സ്കിപ്പ് ചെയ്ത് ഒരു ഉണ്ടെങ്കിൽ അതാ ഇവിടെ ഇതാണ് കേട്ടോ ഫാം. ഓക്കെ, ഇത് നമ്മളന്ന് ബെഡില്ലാത്ത സമയത്ത് നമ്മൾ ഉറങ്ങാൻ വേണ്ടി ചെയ്തിരുന്നതാണ്. എന്തായാലും ചെറിയൊരു ലൈറ്റ് ഡിമ്മാവുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് കിടക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഡയമണ്ട് മൈനിങ്ങിന് വരുമ്പോൾ ഞാൻ ഇവിടെ ഫുൾ ഇതായിരുന്നു കേട്ടോ, സ്കെലിറ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ വല്ല സ്കെലിറ്റൻ സ്പോണർ ഉണ്ടോ സൈഡിലെന്നൊക്കെ വിചാരിച്ചായിരുന്നു. എന്തായാലും ബൈ ഗൈസ്. അപ്പം എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാണ്. ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.